മനുഷ്യൻ എന്നുള്ളത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് ജന്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വാസ്തവത്തിൽ മനുഷ്യൻ ഒരു സദാ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന, സദാ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിലൂടെ അവനെ, അവളെ അല്ലെങ്കിൽ ചുറ്റുപാടിനെ, സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ജൈവിക അസ്തിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വാസ്തവത്തിൽ ലോകത്തിന് മുമ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ അർത്ഥത്തിൽ, ആ ഗഹനതയോടുകൂടി ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് കാൾ മാർക്സാണ്. ഇവരെല്ലാം തന്നെ അവരുടെ സ്ഥലകാല പരിമിതികൾ കൊണ്ട്, അവരുടെ ബുദ്ധിയുടെ പരിമിതികൾ കൊണ്ട്, അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ പരിമിതികൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരായിരിക്കും എന്നതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയെങ്കിലും ടെക്സ്റ്റുകളിലേക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൗത്യവും അർത്ഥവും മനസ്സിലാക്കാൻ തിരിയുന്നതിന് പകരം ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവനിലേക്ക് തന്നെ അതിന് തിരിയുകയല്ലാതെ എപ്പിസ്റ്റമോളജിക്കലി സൗണ്ടായ ഒരു മാർഗവും മനുഷ്യർക്ക് മുന്നിലില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ എന്നുള്ള നിലക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പരിഗണിക്കുന്നത്. ഞാൻ മാർക്സിനെ ഗുരുമുഖമായി സ്വീകരിക്കുന്നതും മുഹമ്മദ് നബിയെ ഗുരുമുഖമായി സ്വീകരിക്കുന്നതും തമ്മിലുള്ള അന്തരമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഫിലോസഫിയുടെ ബുദ്ധിപരമായ വ്യായാമങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനുള്ളൊരു ശ്രമമാണ്. അതേസമയം ഇത് എന്ന് പറയുന്നത് പ്രപഞ്ചരക്ഷിതാവിൽ നിന്നുള്ള വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് എന്നും ലക്ഷ്യം എന്താണ് എന്നും പഠിപ്പിക്കുവാനുള്ള ശ്രമമാണ്.